ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം, ഹരിയാന മുനിസിപ്പൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു. 10 മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് അടക്കം നടന്ന തെരഞ്ഞെടുപ്പിൽ 10 മുനിസിപ്പൽ കോർപ്പറേഷനിൽ 9ലും BJP വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഇവിടെ ആം ആദ്മി പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിലും BJPയും കോൺഗ്രസും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നതെന്ന്, ഇല്ലെങ്കിൽ അവർ തമ്മിലായിരുന്നു മത്സരമെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാകുന്നു. അംബാല സദർ, പട്ടൌഡി, ജദൌലി, മണ്ഡി, ശാനേശ്വർ, സിർസ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം BJPയുടെ ഒരു കാവി സുനാമി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഗുരുഗ്രാമിൽ മാത്രമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. അവിടുത്തെ ഫലങ്ങൾ മാറി മറിഞ്ഞ് വരികയാണ്. ഇത് ആദ്യഘട്ടത്തിലെ ഫലസൂചനയാണ്. ഈ ഫലസൂചന അനുസരിച്ച് തന്നെ BJP അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 10 മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒരു ഇതിൽ, അതായത് ഗുരുഗ്രാം മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. ഏതായാലും ബാലറ്റ് പേപ്പറിലൂടെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഏതായാലും EVM-നെ കുറ്റം പറയുന്നവർക്ക് ഇവിടെ ഏത് തരത്തിൽ അതിനെ കുറ്റം പറയാൻ കഴിയും, ഇല്ലെങ്കിൽ BJPയുടെ ഈ വലിയ വിജയത്തിൽ ഏത് രീതിയിൽ കുറ്റപ്പെടുത്താൻ കഴിയും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക എന്ന് അറിയാൻ കാത്തിരിക്കുന്നു. ഏതായാലും വലിയ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കെ BJPക്ക് ആവേശം പകരുന്നൊരു വിധി തന്നെയാണ് ഹരിയാനയിൽ നിന്ന് വരുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ BJP വലിയൊരു വിജയം തന്നെ ആയിരുന്നു നേടിയത്. സർവമാന സർവേ ഫലങ്ങളും പറഞ്ഞത് BJP തോറ്റു തുന്നം പാടുമെന്നായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വലിയ വിജയം തന്നെ BJP അവിടെ നേടുകയുണ്ടായി. ഹാട്രിക് ഭരണ തുടർച്ചയാണ് ഹരിയാന നടക്കുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP കരുത്ത് കാട്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.